ഹരി ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനശലാകയ ചക്ഷുരുന്മീലിതം കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോ ഇന്ന് നമുക്ക് ഈയിടെയാണ് ഗൗരപൂർണിമ കഴിഞ്ഞത്. അപ്പൊ ഗൗരംഗ മഹാപ്രഭുവിന്റെ തന്നെ ഒന്ന് രണ്ട് പാസ്റ്റ് ടൈംസ് പറയാന്ന് വിചാരിച്ചു. അപ്പൊ മഹാപ്രഭു വന്നിട്ട് 48 വർഷമാണ് ഈ കലിയുഗത്തില് ഉണ്ടായിരുന്നത്. അവതരിച്ച് 48 വർഷമാണ് മഹാപ്രഭു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 48 വർഷവും അതിൽ 24-ാമത്തെ വയസ്സിലാണ് മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ്, അതായത് മഹാപ്രഭു വന്നിട്ട് രാധ കൃഷ്ണ രണ്ടുപേർ, രാജരാണിയുടെയും അതുപോലെ തന്നെ ഭഗവാന്റെയും കൂടെ ഒരുമിച്ചുള്ള ഫോമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ മഹാപ്രഭുവിന് രാധാറാണിയുടെ ക്വാളിറ്റീസും ഉണ്ട്, അതുപോലെ ഭഗവാന്റെ ക്വാളിറ്റീസും ഉണ്ട്. അപ്പൊ ആദ്യത്തെ 24 വർഷം മഹാപ്രഭു ഭഗവാന്റെയും അവസാനത്തെ 24 വർഷം മഹാപ്രഭു രാധാറാണിയുടെ ക്വാളിറ്റിയാണ് കാണിച്ചെന്നാണ് പറയുന്നത്. കാരണം ആദ്യത്തെ 24 വർഷം മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ രീതിയിൽ അല്ലെങ്കിൽ ഭഗവാൻ കാണിക്കുന്ന കുസൃതികളും കാര്യങ്ങളും ഒക്കെ മഹാപ്രഭു കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനത്തെ 24 വർഷമാണ് മഹാപ്രഭു ഭക്തിയില് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ അതിൽ ആദ്യത്തെ 24 വർഷത്തില് അപ്പൊ ഈ ഒരു എന്താണ്, ഭഗവാനിൽ നിന്ന് ആ ഒരു സന്യാസിയുടെ ഫോമിലോട്ട് പോകാൻ ആ 24 വർഷത്തിനിടയ്ക്ക് 24 വർഷത്തിനിടയ്ക്ക് ഭഗവാനിൽ നിന്ന് സന്യാസിയുടെ ഫോമിലോട്ട് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ മഹാപ്രഭു വന്നിട്ട് ആദ്യത്തെ 24 വർഷത്തിൽ, അതായത് കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ആ കുട്ടിക്കാല സമയത്ത് ഭഗവാനെക്കാളും കുസൃതിയുള്ള ലീലകളായിരുന്നു മഹാപ്രഭു കാണിച്ചത്. ഭഗവാൻ അവിടെ വൃന്ദാവനത്തിലെ യശോദ മാതാവിന്റെ കൂടെ നന്ദബാബറുടെ കൂടെയാണ് കാണിച്ചെങ്കിൽ ഇവിടെ ചൈതന്യ മഹാപ്രഭു സച്ചി മാതയുടെയും ജഗന്നാഥ മിശ്രയുടെയും കാണിച്ചത്. അപ്പം അതിൽ വന്നിട്ട് ഭഗവാന് പിന്നെയും ഭഗവാൻ എന്താണ് കുറെയൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ മഹാപ്രഭു അങ്ങനെയല്ല. മഹാപ്രഭു വന്നിട്ട് മഹാപ്രഭു ചുറ്റുമുള്ള ഒരു കാര്യവും മഹാപ്രഭു നോക്കാറില്ല. അതായത് ഇപ്പൊ ഒരു പാമ്പിനെ കിട്ടാന്ന് വെച്ചാൽ മഹാപ്രഭു ആ പാമ്പിന്റെ കൂടെ കളിക്കുകയായിരിക്കും. അപ്പൊ ചുറ്റുമുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഒരു കുഞ്ഞു ഗോവ ഒരു പാമ്പിന്റെ കൂടെ കളിക്കാന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും അതിശയാണ്. അത് ആ പാമ്പിന്റെ കൂടെ കളിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ പാമ്പ് പോവും, മഹാപ്രഭു തിരിച്ച് പോവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ലീലകൾ. അപ്പൊ അതേപോലെ തന്നെ മഹാപ്രഭുവിനെ ഒരിക്കൽ കുറെ കള്ളന്മാരെടുത്തോണ്ട് പോകും. മഹാപ്രഭുവിന്റെ സ്വർണം കണ്ടിട്ട് അണിഞ്ഞിരിക്കുന്ന സ്വർണം കണ്ടിട്ട് കുറെ കള്ളന്മാരെടുത്തോണ്ട് പോകും. അപ്പൊ ഈ എടുത്തോണ്ട് പോകുന്ന കള്ളന്മാര് മഹാപ്രഭു അവര് സ്വർണം മോഷ്ടിക്കാൻ എടുത്തോണ്ട് പോകുന്നത്. പക്ഷെ അവര് ഒരു റൗണ്ട് പോകുമ്പോഴത്തേക്ക് അവര് തിരിച്ച് ജഗന്നാഥ് മിശ്രയുടെ വീട്ടിൽ തന്നെ എത്തും. അപ്പൊ ഇവർക്ക് അതിശയാവും. അങ്ങനെ 3-4 പ്രാവശ്യം പോയിട്ട് വരുന്ന അവർ എവിടെയൊക്കെ പോയാലും തിരിച്ച് വന്നെത്തുന്നത് മഹാപ്രഭുവിന്റെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ആ കുഞ്ഞിനെ അവിടെ തന്നെ അവര് വെക്കും. കാരണം അവർക്ക് പിന്നെ പോകാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് ആ കുഞ്ഞിനെ അവിടെ തന്നെ വെക്കും. മഹാപ്രഭുവിന് വന്നിട്ട് അതൊരു സവാരിയാണ്. തന്നെ ആരോ എടുത്തോണ്ട് പോകുന്നു, മഹാപ്രഭു ചുറ്റി കാണാൻ പോകുന്ന സവാരി എന്ന രീതിയിലാണ് മഹാപ്രഭു ഉണ്ടായിരുന്നത്. അതേപോലെ ഇഷ്ടം പോലെ കണക്കിന് ലീലകളാണ് മഹാപ്രഭു കുട്ടിക്കാലത്ത് തന്നെ ചെയ്തിരുന്നത്. മഹാപ്രഭുവിന് ഈ ചുറ്റുമുള്ള മൃഗങ്ങളോടെല്ലാം ഭയങ്കര സ്നേഹമായിരുന്നു ആ സമയത്ത്. മാത്രമല്ല മഹാപ്രഭു പഠിക്കുന്ന ആ ഒരു സമയം, അതായത് ഗുരുശാലയിലൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് മഹാപ്രഭു തന്നെ എന്താ പറയാ, ഒരു വലിയ പണ്ഡിതനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതായത് മഹാപ്രഭുവിന്റെ കൂടെ വാഗ്വാദത്തിൽ ആർക്കും ജയിക്കാൻ പറ്റില്ല അവിടെ ആ സമയത്ത്. കാരണം മഹാപ്രഭു ഒരാളെ വിളിച്ചിട്ട് അവര് വാഗ്വാദം നടത്തും. അപ്പൊ ആ നടത്തുന്ന സമയത്ത് മഹാപ്രഭു ഓരോ കാര്യം പറയും, ഇവര് തിരിച്ചും പറയും. പക്ഷെ ഇവര് പറഞ്ഞ് അവസാനം മഹാപ്രഭു ശരിയാണെന്ന് വരുമ്പോ മഹാപ്രഭു പറയും താൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് മഹാപ്രഭു വേറെ കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിങ്ങനെ കോട്ട് ചെയ്ത് ഒരുമിച്ച് പറയും. അപ്പൊ അത് ചിലപ്പോ ഒരു ദിവസം വരെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ വാഗ്വാദത്തിന് വരുന്ന സമയം വേസ്റ്റ് ആണ്. ചുമ്മാ മഹാപ്രഭുവിന്റെ കേൾക്കുന്നത് അവർക്കറിയില്ലല്ലോ. അപ്പൊ അവർക്ക് സമയം വേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ആരും മഹാപ്രഭുവിന്റെ കൂടെ വാഗ്വാദത്തിന് വരാൻ പോവില്ല. മഹാപ്രഭു ആരെങ്കിലും വിളിക്കുക തന്നെ എത്ര വലിയ പണ്ഡിതനായാലും അദ്ദേഹത്തിന് സമയമില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനാണുള്ളത്. കാരണം മഹാപ്രഭുവിന്റെ കൂടെ വാഗ്വാദത്തിന് അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരുടെ ഒരു ദിവസം വേസ്റ്റ് ആവുകയും ചെയ്യും. അതുമാത്രമല്ല മഹാപ്രഭു ഒരുപാട് ഈ കുട്ടിക്കാലത്ത് തന്നെ ഭഗവാന്റെ രീതിയിലുള്ള ലീലകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 24 വയസ്സിന്റെ ആ ഒരു സമയത്ത് മഹാപ്രഭുവിന്റെ അച്ഛന്റെ മരണത്തിന്റെ ഇതായിട്ട് മഹാപ്രഭു
പിണ്ടതർപ്പണത്തിന് പോകും. അതായത് നമ്മൾ ബലിയിടാന്ന് പറയില്ലേ. സത്യം പറഞ്ഞാൽ അപ്പൊ ഭഗവാൻ എന്തിനാണ് ബലി ഇടുന്നത് എന്ന് നമുക്ക് ചോദ്യം വരാം. പക്ഷെ ഭഗവാൻ ഇവിടെ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് അവതരിച്ചിരുന്നത്. അത് മാത്രമല്ല കലിയുഗവും കൂടെയാണ്. ഭഗവാൻ അതുകൊണ്ട് ബലിയിട്ടേ പറ്റും. അതുകൊണ്ട് ഭഗവാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ബലിതർപ്പണം ചെയ്യുന്നത്. അപ്പൊ ആ ബലിതർപ്പണം ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഗായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭഗവാൻ ഇത് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ ഒരു തന്റെ കൂടെ തന്നെ ആ ബലിതർപ്പണം ഒക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഒരു അമ്പലത്തില് ഒരു ഒരാള് ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ഭഗവാനെ കുറിച്ച് ഈ പറയുന്നത് കേൾക്കുമ്പോൾ മഹാപ്രഭുവിന് അങ്ങോട്ടേക്ക് ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നും. പക്ഷെ മഹാപ്രഭു 24 വയസ്സിന് മുമ്പ് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ 24 വയസ്സിന് മുമ്പ് മഹാപ്രഭു സങ്കീർത്തന യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോ ഈ ആളിങ്ങനെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോ മഹാപ്രഭുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ വെച്ചാണ് മഹാപ്രഭു ഈശ്വരപുരി എന്ന് പറയുന്ന തന്റെ ഗുരുവിനെ കണ്ടെത്തുന്നത്. അപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് ഗുരു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ നമുക്ക് അയക്കും. നമുക്ക് പേഴ്സണലി നമുക്ക് ടച്ച് ഉള്ളതാണ്. അല്ലെ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു വ്യക്തിയല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആത്മാവുമായിട്ട് ആ ഗുരു കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഗുരു നമ്മുടെ ലൈഫിൽ എപ്പോഴും അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അപ്പൊ മഹാപ്രഭുവിന് തന്റെ ഗുരുവിനെ കണ്ടപ്പോ നമുക്ക് ആ കാണുന്ന നമ്മുടെ ഗുരുവിനെ കാരണം ഭഗവാൻ അയക്കുന്നതാണ്. നമുക്ക് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ നമ്മളെ കണക്ട് ചെയ്ത് തരുന്നത് ആരാണ്? ഗുരുവാണ്. അപ്പൊ ഗുരുവിനെ കാണുമ്പോ മഹാപ്രഭുവിന്റെ ഉള്ളിൽ നിന്ന് മഹാപ്രഭുവിന് മനസ്സിലായി ഇതാണ് തന്റെ ഗുരു. അങ്ങനെ അവിടെ വെച്ചാണ് ഈശ്വരപുരി മഹാപ്രഭു കണ്ടുമുട്ടുന്നത്. പക്ഷെ മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നതിന് വേറൊരു കാരണവും കൂടെ ഉണ്ട്. അപ്പൊ ഈശ്വരപുരിയുടെ നേതൃത്വത്തിൽ മഹാപ്രഭു ശിഷ്യത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മഹാപ്രഭുവിന് തന്റെ നാമം തന്നെ അതായത് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് പകരം മഹാപ്രഭു രാധാറാണിയുടെയും ഗോപിമാരുടെയും നാമങ്ങൾ ജപിക്കാൻ തുടങ്ങി. അപ്പൊ രാധാറാണിയുടെയും ഗോപികളുടെയും നാമം ജപിക്കുന്നത് കേട്ടുകൊണ്ട് വരുന്ന വേറൊരു സംഘം വിദ്യാർത്ഥികള് ഇത് കേട്ടപ്പോ മഹാപ്രഭുവിന് മഹാപ്രഭുവിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. കാരണം ഭഗവാന്റെ നാമം അല്ലേ ജപിക്കേണ്ട, അവിടെ ഗോപികളുടെ നാമം നമ്മൾ ജപിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് മഹാപ്രഭുവിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. പക്ഷെ മഹാപ്രഭു അന്ന് അവരോട് പറഞ്ഞത്, നിങ്ങളെപ്പോലെ എന്നെ ഒരിക്കലും കണക്കാക്കരുത്, കാരണം ഞാൻ നിങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ്. അപ്പൊ ഈ ഭൗതികമായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ചിന്താഗതി, കാരണം താൻ ജപിച്ചത് രാധാറാണിയുടെ നാമം ജപം എന്ന് പറയുന്നത് ഭഗവാന്റെ ജപത്തിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ആനന്ദം തരുന്നതാണ്. ഭഗവാന് പ്രത്യേകിച്ച് രാധാറാണിയുടെ നാമം ജപിക്കുമ്പോ ആ ഭഗവാൻ എന്താ പറയാ, ഒരു വല്ലാത്തൊരു ആനന്ദമാണ് കിട്ടുന്നത്. ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തില് ഭഗവാന്റെ നാമത്തിന് മുമ്പ് രാധാറാണിയുടെ നാമം എന്ന് പറഞ്ഞ ഹരയും നമ്മൾ ചേർക്കുന്നത്. കാരണം അവിടെ നമുക്ക് ഭഗവാന്റെയും രാധാറാണിയുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ജപിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പറ്റില്ല. ഹരിനാം മന്ത്രത്തിന്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ അവര് ഗോപിമാരുടെ നാമം ജപിച്ചെന്ന് പറഞ്ഞ് മഹാപ്രഭുവിന് ഒരുമാതിരി കളിയാക്കുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന രീതി മഹാപ്രഭുവിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മഹാപ്രഭു അവിടെ വെച്ച് സന്യാസം സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 24 വയസ്സ് വരെ മഹാപ്രഭു ആ ഒരു കുട്ടിത്വം അല്ലെങ്കിൽ ആ മഹാപ്രഭു സന്യാസി അല്ലാത്ത രീതിയിൽ വന്ന മഹാപ്രഭു 24 വയസ്സ് കഴിഞ്ഞ് സന്യാസം വരെയാണ്. അപ്പോഴാണ് മഹാപ്രഭു ഭക്തിയില് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മഹാപ്രഭു ഭക്തിയില് സന്യാസം സ്വീകരിച്ചതിന് ശേഷം മഹാപ്രഭു വൃന്ദാവനം, ജഗന്നാഥ് പുരി എന്നീ ഇവിടങ്ങളൊക്കെ മധുര ഇവിടെയൊക്കെ യാത്രകൾ ചെയ്തു തുടങ്ങി. അതിനിടയ്ക്കാണ് മഹാപ്രഭു ഷിർച്ചോർ ഗോപിനാഥ്, അതുപോലെ തന്നെ സാക്ഷി ഗോപാൽ ഇവരെയൊക്കെ കാരണം നമുക്കറിയാം. അപ്പൊ അവരുടെയൊക്കെ മുമ്പില് പോവുകയും അതുപോലെ ആ അമ്പലങ്ങളൊക്കെ മഹാപ്രഭു അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ ജഗന്നാഥ് പുരിയിൽ പോകുമ്പോ മഹാപ്രഭു ആദ്യമായി പോകുന്ന സമയത്ത് ജഗന്നാഥ് ഭഗവാന്റെ മഹാപ്രഭു ജഗന്നാഥ് പുരിയിൽ എത്തുമ്പോ തന്നെ മഹാപ്രഭു അവിടെ ബോധം കെട്ട് വീഴാണ്. കാരണം മഹാപ്രഭുവിന് അവിടെ മഹാപ്രഭു വരുന്നത് ഒരു ഭക്തന്റെ രീതിയിലാണ്. കാരണം ആ ജഗന്നാഥ് പുരിയിൽ എത്തി മഹാപ്രഭു ഉടനെ ബോധം കെട്ട് വീഴുക. കാരണം ഭഗവാനുമായിട്ടുള്ള ഒരു ടച്ച് മഹാപ്രഭുവിന് കിട്ടുന്നതുകൊണ്ട് മഹാപ്രഭു അപ്പൊ തന്നെ ബോധം കെട്ട് വീഴാണ്. അപ്പൊ അവിടെയുള്ള എല്ലാവരും
ഒരുമിച്ച് കൂടിച്ചേരാണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? ഈ വെള്ളം തളിക്കുന്നുണ്ട്, എണീപ്പിക്കുന്നുണ്ട്, പക്ഷെ ആ വ്യക്തി മഹാപ്രഭു എഴുന്നേൽക്കുന്നില്ല. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അവസാനം നിത്യാനന്ദ പ്രഭു വന്ന് ഹരിനാമ സങ്കീർത്തൻ ചെയ്യുമ്പോൾ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം കേൾക്കുമ്പോഴാണ് മഹാപ്രഭു കണ്ണു തുറക്കുന്നത്. മാത്രമല്ല, ജഗന്നാഥിന്റെ ആ സമയത്ത് പുരിയിലെ രാജാവായ രജപുത്ര മഹാരാജ്, അദ്ദേഹം ഭക്തനാണ്. പക്ഷെ അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ കൂടെ അഭയം തേടണമെന്നുണ്ട്. അപ്പൊ നിത്യാനന്ദ പ്രഭു വഴിയും ഭട്ടാചാര്യരൊക്കെ വഴിയും മഹാപ്രഭുവിന്റെ അടുത്ത് എത്താൻ നോക്കും. പക്ഷെ മഹാപ്രഭു രാജാവെന്ന് കേൾക്കുമ്പോഴേ മഹാപ്രഭു പറയും, എനിക്ക് അദ്ദേഹത്തിന്റെ ഭക്തി എനിക്ക് മനസ്സിലാവും, പക്ഷെ എനിക്കൊരു ഭൗതികവാദിയുമായിട്ട് ഇടപഴകാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം രാജാവ് എന്ന് പറയുന്നത് ഒരു ഭൗതികവാദിയാണെന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിന് ആ ഒരു പണവും കാര്യങ്ങളും, പിന്നെ അദ്ദേഹം എന്താണ് ഭൗതികമായിട്ട് അദ്ദേഹം കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് അവരുമായിട്ട് മഹാപ്രഭു ഒരു സന്യാസി ഇടപഴകുന്നത് ശരിയല്ല എന്ന് മഹാപ്രഭു അവരോട് പറഞ്ഞു വിടും. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ രാജാവിന് മഹാപ്രഭുവിന്റെ അടുത്ത് ഉള്ള ഭക്തി എത്താൻ പറ്റിയില്ല. പക്ഷെ രാജാവിന് തന്റെ ഭക്തി അധികം, രാജാവ് നല്ലൊരു ഭക്തനായതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല് വേഷം മാറി. രാജാവിന്റെ രൂപത്തിൽ പോയാൽ മഹാപ്രഭു പിടിക്കും. അതുകൊണ്ട് വേഷം മാറി ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ മഹാപ്രഭുവിന്റെ അടുത്ത് എത്താണ്. അതിനുശേഷം മഹാപ്രഭു അവിടെ ഇരിക്കുന്ന സമയത്ത് മഹാപ്രഭുവിന്റെ പാദം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഗോപി ഗീതം പാടിയാണ് മഹാപ്രഭുവിന്റെ പാദം ഇദ്ദേഹം ഈ മഹാരാജ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പാദം മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഗോപി ഗീതം പാടി അത് അവസാനത്തെ ആ ഒരു 7ാമത്തെ ഇതൊക്കെ എത്തുമ്പോൾ ഇതേ ഒരു ചെറിയ ബ്രേക്ക് എടുക്കും. അപ്പൊ മഹാപ്രഭു ചാടി, മഹാപ്രഭുവിന് ഈ ഒരു ഗോപിഗീതം കേട്ട് കണ്ണടച്ച് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാപ്രഭു. അപ്പൊ ഇത് കേട്ട് ഞെട്ടി എഴുന്നേറ്റ് മഹാപ്രഭു പറയും, നിങ്ങൾ എന്തിനാ നിർത്തിയത്? പാടൂ പാടൂ എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം മുഴുവൻ പാടുകയാണ്. ഈ പാടി മഹാപ്രഭു ഇദ്ദേഹത്തിനെ പെട്ടെന്ന് പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്? നിനക്ക് തരാൻ ഒന്നും തന്നെ ഇല്ല, എന്റെ ജീവിതം തന്നെ നിനക്ക് ഞാൻ തരാം എന്ന്. കാരണം ആ ഭക്തി അത് എത്രത്തോളം നമ്മുടെ മനസ്സിൽ കൂടുന്നു എന്ന് മഹാപ്രഭുവിന് മനസ്സിലാകാൻ പറ്റും. അപ്പൊ മഹാപ്രഭു അതുകൊണ്ട് തന്നെ ആ രാജാവ് പിന്നീട് പറയാണ്, ഞാൻ അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തനാണ്, ഉത്തമദാസനാണെന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ രാജാക്കന്മാർ, നമ്മൾ ജഗന്നാഥിന്റെ രഥയാത്ര സമയത്ത് ഫ്രണ്ടിൽ ക്ലീൻ ചെയ്യുന്നത് ഈ രാജാവാണ്, അവിടുത്തെ രാജാവാണ്. കാരണം അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആ രാജാവിന് ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് ആ രാജാവിന് ഒരു അട്രാക്ഷനും അത്ര ഇല്ല എന്ന് കാണിക്കാനും കൂടിയിട്ടാണ് ഭഗവാന്റെ ഇത് പറഞ്ഞിട്ട് അവരത് ക്ലീൻ ചെയ്യുന്നത്, ഫ്രണ്ടിൽ ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ലീലകൾ ഈ 24 വയസ്സിന് ശേഷം 24 വയസ്സിന് മുമ്പും ഒരുപാട് തരത്തിലുള്ള ലീലകള് ഭഗവാൻ ചെയ്തിട്ടുണ്ട്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കാനുള്ള കാരണം ഭഗവാനെ അറിയില്ല. രാധാറാണിയെ കണ്ടിട്ട് രാധാറാണി അത്രയും ഭഗവാന്റെ അടുത്ത് ആ ഭക്തി കാണിക്കുകയാണ്. പക്ഷെ എന്തിനാണ്, എന്നിൽ നിന്ന് എന്ത് കണ്ടിട്ടാണ് രാധാറാണി ഭഗവാന്റെ അടുത്ത് ആ ഭക്തി ചെയ്യുന്നത് എന്ന് ഭഗവാൻ അറിയില്ല. അപ്പൊ അത് രാധാറാണിയോട് തന്നെ ചോദിക്കുകയാണ്. അതായത് കാരണം താൻ തിരിച്ചൊന്നും കൊടുക്കുന്നില്ല രാധാറാണിക്ക്, പക്ഷെ എന്നാലും രാധാറാണിയുടെ ആ ഭക്തി ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭക്തിയാണ് രാധാറാണി കാണിക്കുന്ന ഭക്തി. അപ്പൊ അത് എന്ത് തരത്തിലുള്ള ഭക്തി ആണെന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതാരം എടുക്കുന്നത്. അപ്പൊ ആ ഭക്തന്റെ രീതിയിൽ നിന്ന് ആ ഭക്തി അനുഭവിക്കാൻ മാത്രമല്ല, ഹരിനാം സങ്കീർത്തനം, അതായത് കലിയുഗത്തിലെ സങ്കീർത്തന മഹാത്മ്യം മറ്റുള്ളവരിലോട്ട് എത്തിക്കാനും കൂടിയിട്ടാണ്. കാരണം കലിയുഗം എന്ന് പറയുന്നത് വേസ്റ്റ് ആയിട്ടുള്ള, അതായത് ദുഃഖാലയം എന്നാണ് നമ്മൾ പറയാറ്, ദുഃഖാലയമാണ്. അപ്പൊ അവിടെ നമുക്ക് യുഗധർമ്മം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ കൂടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അവതാരം എടുത്തത്. കാരണം ഭഗവാൻ അറിയാം, നമുക്കിപ്പൊ തന്നെ അറിയാലോ കലിയുഗം എന്തുമാത്രം രീതിയിലാണ് പോകുന്നത്, ബാഡ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നതെന്ന്. അപ്പൊ അവിടെ ഭഗവാൻ അറിയാം യുഗധർമ്മം നമ്മളെ പഠിപ്പിച്ചു തന്നെ. കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും വലിയ കാര്യങ്ങളും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നമ്മൾ ഒരു കൂട്ടർ മാത്രമാണ് സാത്വികമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പോകുന്നത്. നമ്മള് അഹിംസ അല്ലെങ്കിൽ ഹിംസ എന്ന് പറയുന്ന നമ്മൾ തടയും, നമ്മൾ ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ അതേപോലത്തെ സംഭവങ്ങളൊന്നും നമ്മൾ കഴിക്കുന്നില്ല. കാരണം നമ്മളിൽ വ്യത്യസ്തരാകാൻ കാരണം തന്നെ മഹാപ്രഭുവിന്റെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മേഴ്സി നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളും
അവരെ പോലെ അടിയും ഇടിയും ഒക്കെ ആയിട്ട് നമ്മളും പോവുമായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള ഇത് ഭഗവാൻ തന്നിട്ടില്ല. കാരണം ലക്ഷത്തില് 1-2 പേർക്കേ ഭഗവാൻ ആ ഒരു മെഴ്സി കൊടുത്തിട്ടുള്ളൂ. അത് നമുക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഭഗവാൻ തന്ന യുഗധർമ്മം മാക്സിമം നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളെ ചുറ്റുമുള്ളവരെ നമുക്ക് ഭക്തിയിലോട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ പറയും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് ഭക്തിയിലോട്ട് കൊണ്ടുവരാം. പക്ഷെ പ്രഭുപാദ് ആദ്യത്തെ സമയത്ത് ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഹിപ്പികളെയാണ് പ്രഭുപാദ് ഭക്തന്മാരായിട്ട് കൊണ്ടുവരുന്നത്. ആ സമയത്ത് എന്താ പറയാ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരെ പ്രഭുപാദിന്റെ മുഖത്ത് തുപ്പുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യ സമയത്ത്. പക്ഷെ പ്രഭുപാദിന്റെ ആ ഒരു സഹനശേഷി അത് കാരണം പ്രഭുപാദ് തന്നെ അവർക്ക് പ്രസാദം ഉണ്ടാക്കി കൊടുത്തും നൃത്തം ചെയ്തും അവരറിയാതെ തന്നെ അവർക്ക് ക്ലാസ്സിൽ ഭക്തിയിലോട്ട് അവർ ഇൻവോൾവ് ചെയ്ത് അവരെ ഭക്തന്മാരാക്കി. ഇന്ന് നമ്മുടെ ഇസ്കോളിന് തന്നെ ഏറ്റവും വലിയ ടോപ്പ് ആയിട്ടുള്ള മഹാരാജമാര് ഈ ഹിപ്പികളിൽ ഒരാളായിരിക്കും. കാരണം അവരായിരുന്നു ഭഗവാന്റെ ആ സമയത്ത് പ്രഭുപാദിന്റെ ടോപ്പ് ആയിട്ടുള്ള ശിഷ്യന്മാർ. അപ്പൊ പ്രഭുപാദിന് അത്രയും ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്രയും ആൾക്കാരെ ഭക്തിയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഏറ്റവും വേണ്ട ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സഹനശേഷിയാണ്. ആദ്യ സമയത്ത് നമ്മൾ എത്രത്തോളം അവരടുത്ത് പറഞ്ഞാലും അവർ നമ്മൾ ഓരോന്നും പറഞ്ഞ് ചിലപ്പോൾ കളിയാക്കും, ചിലപ്പോൾ അടിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മള് ഭഗവാന്റെ ദൗത്യമാണ്, ഭഗവാൻ തന്ന ദൗത്യമാണ് നമ്മളിലുള്ളതെന്ന് പറഞ്ഞ് നമുക്ക് മാക്സിമം ഒരുപാട് പേരെ നമുക്ക് ഭക്തിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഭക്തി പ്രചരിപ്പിക്കണം. നമ്മൾ മാക്സിമം ചാൻറ്റ് ചെയ്യണം, നമ്മൾ മാക്സിമം ഭഗവാന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെയും അതുപോലെ അവരെയും ചൈതന്യ മഹാപ്രഭുവിന്റെ മാർഗത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഹരേ കൃഷ്ണ.